പൊന്നമ്പലമേട്ടിൽ മകരവിളക്കിന് മണിക്കൂറുകൾ മാത്രം. സന്നിധാനം ഭക്തിസാന്ദ്രം. മകരജ്യോതി ദർശനത്തിന് ഹിൽ ടോപ്പുകൾ ഒഴിവാക്കാൻ നിർദ്ദേശം. അവസാന ഒരുക്കങ്ങളും പൂർത്തിയാക്കി ദേവസ്വം ബോർഡ്. വെല്ലുവിളി നിറഞ്ഞ തീർത്ഥാടന കാലമാണ് വിജയകരമായി പൂർത്തിയാകുന്നതെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. വിവരങ്ങളുമായി സോപാനത്ത് നിന്നും ടി.പി. പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, മകരവിളക്കിന്റെ അവസാനവട്ട ഒരുക്കങ്ങളും പുരോഗമിക്കുകയാണല്ലോ. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു തിരക്ക് അവിടെ ഉള്ളത്? ഏതെല്ലാം രീതിയിലുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്? മകരവിളക്കിനും സംക്രമപൂജയ്ക്കുമുള്ള ഒരുക്കങ്ങൾ സന്നിധാനത്ത് പൂർത്തിയായി. അയ്യപ്പ വിഗ്രഹത്തിൽ ചേർത്താനുള്ള തിരുവാഭരണവും വഹിച്ചുള്ള ഘോഷയാത്ര ഉച്ചയോടുകൂടി പമ്പയ്ക്കടുത്ത് ചെറിയാനവട്ടത്ത് എത്തി. അവിടെ നിന്നും തിരുവാഭരണ ഘോഷയെ പിന്നീട് മരക്കൂട്ടത്തെത്തും. മരക്കൂട്ടത്തെത്തുമ്പോൾ പോലീസ്, റവന്യൂ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അനുഭവിക്കും. ചെറിയാനവട്ടത്ത് ഇന്നലെ കട്ടാനിറങ്ങിയ പശ്ചാത്തലത്തിൽ ഇതുവഴി കടന്നു പോകുന്നതിന് തീർത്ഥാടകർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് 5:30 മണിയോടെ കരിങ്കുത്തിയിൽ എത്തിച്ചേരുന്ന തിരുവാഭരണ ഘോഷയാത്രയെ ദേവസ്വം അധികൃതർ സന്നിധാനത്തേക്ക് ആനയിക്കും. അതിന് വൈകിട്ട് 18 മണിക്ക് മുകളിൽ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെയും ദേവസ്വം ബോർഡ് പത്മകുമാറിന്റെ നേതൃത്വത്തിൽ തിരുവാഭരണ പേടകം സ്വീകരിക്കും. തന്ത്രി രാജീവ് കണ്ഠരൻ, മേൽശാന്തി വാസുദേവൻ നമ്പൂതിരി ചേർന്ന് തിരുവാഭരണ പേടകം ഏറ്റുവാങ്ങും. തുടർന്ന് അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തി ദീപാരാധന നടക്കും. ദീപാരാധനയ്ക്ക് ശേഷം പൊന്നമ്പലമേട്ടിനകത്ത് മകരവിളക്ക് തെളിയിക്കും. പൊന്നമ്പലമേട്ടിലേക്കുള്ള കാഴ്ചക്ക് തടസ്സമില്ലാത്ത വിധത്തിൽ എല്ലായിടത്തും ഭക്തന്മാർ നിറഞ്ഞു കഴിഞ്ഞു. 7:50 മകരസംക്രമ പൂജ. സന്നിധാനത്ത് 8 കേന്ദ്രങ്ങളിൽ മകരദർശനത്തിന് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിരവധി പേർ എത്തിയിട്ടുണ്ട്. തെലങ്കാന, ആന്ധ്ര, കർണാടക തുടങ്ങിയ പ്രദേശം എന്നിവയ്ക്ക് പുറമെ സംസ്ഥാനങ്ങൾക്ക് പുറമെ മലേഷ്യയിൽ നിന്ന് ശ്രീലങ്കയിൽ അടക്കമുള്ള ഭക്തർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഏകദേശം 5 ലക്ഷത്തോളം ഭക്തർ മകരവിളക്ക് ദർശിക്കാൻ എത്തുന്നത് തന്നെയാണ് ദേവസ്വം ബോർഡിന്റെ കണക്കുകൾ. ഇതിനനുസരിച്ച് തന്നെ വലിയൊരു ഭക്തജന പ്രവാഹം ഈ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ രീതിയിലും സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി പോലീസ് കർശനമാറ്റ നടപടികളെല്ലാം തന്നെ സ്വീകരിച്ചു വരുന്നു. സുരക്ഷാ സന്നാഹങ്ങളും കൃത്യമായ രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. 2300 പോലീസുകാരെ സന്നിധാനത്ത് മാത്രമായി വിന്യസിച്ചിട്ടുണ്ട്. അവർ അതിന്റെ സുരക്ഷാ ക്രമീകരണമെല്ലാം തന്നെ ഇത് പരിശോധിച്ച് വരികയാണ്. എല്ലാം കൂടാതെ ഹൈക്കോടതി നിരീക്ഷണം അടക്കം ഇപ്പോൾ സന്നിധാനത്ത് ഉണ്ട്. ഇവരും എല്ലാവിധ സുരക്ഷാ ക്രമീകരണമെല്ലാം തന്നെ നിർദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും ഹിൽ ടോപ്പിൽ വിലക്ക് ഏർപ്പെടുത്തിയ സാഹചര്യത്തിൽ അവിടെ ബോർഡ് സ്ഥാപിച്ചുകൊണ്ട് അവിടെ നിന്ന് മകരജ്യോതി കാണാൻ സാധിക്കില്ല എന്ന് അടക്കം ഭക്തന് നേരിട്ട് അറിയിച്ചിട്ടുണ്ട്. വലിയ കെട്ടിടങ്ങൾക്ക് മുകളിൽ നിന്ന് ഇത്തരത്തിൽ മകരജ്യോതി കാണുന്നത് ഒഴിവാക്കാമെന്നുള്ള അഭ്യർത്ഥന മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്തായാലും സന്നിധാനം വളരെ ഭക്തസാന്ദ്രമാണ്. നിരവധി തീർത്ഥാടകർ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. 1 മണിക്ക് ശേഷം തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കയറ്റി വിടുന്നില്ല, പമ്പയിൽ നിന്ന് കയറ്റി വിടുന്നില്ല. എല്ലാ തരത്തിലും നിയന്ത്രണങ്ങൾ, സുരക്ഷയുടെ ഭാഗമായുള്ള നിയന്ത്രണങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ്. ഇതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളും എല്ലാം തന്നെ മുന്നോട്ട് പോവുകയാണ്. പ്രശാന്ത്, ഹിൽ ടോപ്പുകൾ ഒഴിവാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ മകരജ്യോതി ദർശനത്തിന്. ഒപ്പം തന്നെ ഇപ്പോൾ ഏതെല്ലാം എവിടെ ഒക്കെ തീർത്ഥാടകർക്ക് ദർശനം സാധ്യമാകും ഈ മകരജ്യോതി തെളിയുമ്പോൾ? അതായത് പ്രധാനമായും 8 വ്യൂ പോയിന്റുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്നത്. 8 വ്യൂ പോയിന്റുകൾ മകരജ്യോതി ദർശിക്കാനുള്ള സൗകര്യങ്ങൾ തുറന്നേടാണ്. 8 പ്രദേശങ്ങളിലായി ഒരുക്കിയിട്ടുണ്ട്. അതിലെല്ലാം തന്നെ സുരക്ഷാ ക്രമീകരണം, വൈകിട്ടായ അടക്കമുള്ള ക്രമീകരണങ്ങളും ക്രമീകരിച്ചിരിക്കുന്നു. ശരി, സോപാനത്തിൽ നിന്നുള്ള വിവരങ്ങളാണ് പ്രശാന്ത് നൽകിയത്. അതേസമയം മകരവിളക്കിനോടനുബന്ധിച്ച് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് സന്നിധാനത്ത് ഒരുക്കിയിരിക്കുന്നത്. നടപ്പതിൽ നിന്നും റിനു ചേരുന്നുണ്ട്. റിനു, ഇനി കുറച്ചു സമയം മാത്രമേ ഉള്ളൂ മകരവിളക്ക് തെളിയാനായി, ദർശിക്കാനായി. വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. അവിടെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുകയാണ്. അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? പ്രിയ, ഇപ്പോൾ മകരവിളക്ക് ഉത്സവത്തിനായി മെനിയാന്ന് രാവിലെ തന്നെ പന്തളം കൊട്ടാരത്തിൽ നിന്ന് എഴുന്നള്ളിയ തിരുവാഭരണ ഘോഷയാത്ര ചെറിയാനവട്ടത്തു നിന്ന് വലിയാനവട്ടത്തേക്ക് കടന്നിരിക്കുന്നു എന്നുള്ള ഒരു വിവരമാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഇപ്പോൾ കൃത്യമായി സന്നിധാനവും ഒപ്പം പരിസര പ്രദേശങ്ങളിലും ഒക്കെ തന്നെ ഫയർഫോഴ്സും മറ്റ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ വെള്ളം ചീറ്റിക്കൊണ്ട് ശുദ്ധീകരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് പമ്പയിൽ നിന്ന് മരക്കൂട്ടത്ത് ഇപ്പോൾ ഇവരെ അയ്യപ്പ ഭക്തരെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഒപ്പം മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ സോപാനത്തിന്റെ ഭാഗത്ത് നിന്ന് മാറ്റി നിർത്തി അവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും വലിയ ഒരു തിരക്ക് തന്നെ സന്നിധാനത്ത് അനുഭവപ്പെടുന്നുണ്ട്. സന്നിധാനത്തിന്റെ വനാന്തർ പ്രദേശങ്ങളിലൊക്കെ തന്നെ മുഴുവനായിട്ടും അയ്യപ്പ ഭക്തർ വിരിവെച്ച പർണശാലകൾ കെട്ടിയിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാ സന്നാഹങ്ങളും ഒരുക്കി സുരക്ഷാ ഉദ്യോഗസ്ഥരും നമുക്ക് ചിത്രത്തിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ പോലീസ്
ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് നിലയുറപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 4 മണിയോടുകൂടി തന്നെ തിരുവാഭരണ ഘോഷയാത്ര ഇവിടേക്ക് ഈ നടപ്പന്തലിലേക്ക് എത്തിച്ചേരും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. നടപ്പന്തലിൽ നിന്ന് ദേവസ്വം ബോർഡ് മന്ത്രിയും അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിച്ച് ആനയിച്ചായിരിക്കും ക്ഷേത്രനടയിലേക്ക് കൊണ്ടുപോകുക. ക്ഷേത്രനടയിൽ എത്തുന്ന തിരുവാഭരണം ചാർത്തി അവിടെ കൃത്യമായി തന്നെ ദീപാരാധന നടക്കും. ഏകദേശം 6:30 ദീപാരാധന. ദീപാരാധനയ്ക്ക് ശേഷം പൊന്നമ്പലമേട്ടിൽ 6:45 കൂടിയായിരിക്കും മകരജ്യോതി തെളിയുക. 3 വട്ടമായിരിക്കും മകരജ്യോതി തെളിയുന്നത്. മകരജ്യോതി തെളിഞ്ഞതിന് ശേഷമായിരിക്കും മകര സംക്രമ പൂജ നടക്കുക. 7:52 കൂടിയാണ് മകരസംക്രമ പൂജ നടക്കുക. മകരസംക്രമ പൂജയ്ക്ക് തൊട്ടു മുമ്പായി തന്നെ 7:40 തന്നെ നടയടയ്ക്കും. നടയടച്ചതിന് ശേഷം തിരുവാഭരണങ്ങൾ ഊരിയതിന് ശേഷം നെയ്യഭിഷേകം നടക്കും. അതായത് തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്ന് കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് 7 നെയ്ത്തേകങ്ങളിലായി ഇന്നലെ തന്നെ നെയ്യുമായി ദൂതൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ആ 7 നെയ്ത്തേക ഉടച്ചുകൊണ്ട് അയ്യപ്പ സന്നിധിയിൽ വെച്ച് തന്നെ തേങ്ങ ഉടച്ച് നെയ്യഭിഷേകം ചെയ്ത് അതിന്റെ മുറിത്തേങ്ങയിൽ നെയ്യ് തിരികെ നൽകുന്ന ഒരു ചടങ്ങുണ്ട്. അതിനുശേഷമായിരിക്കും വീണ്ടും തിരുവാഭരണങ്ങൾ ചാർത്തിക്കൊണ്ട് മകര സംക്രമ പൂജ നടക്കുക. ഇത്തരത്തിലാണ് അഭിഷേകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്, ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. രാത്രി 19 എന്നത്തെയും പോലെ ഹരിവരാസനം പാടി നട അടയ്ക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഇപ്പോൾ ഏകദേശം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെറിയാനവട്ടത്ത് നിന്ന് വലിയാനവട്ടത്തേക്ക് കയറിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ശരംകുത്തിയിലേക്ക് എത്തും എന്നുള്ളതാണ്. ശരംകുത്തി കഴിഞ്ഞതിന് ശേഷം മരക്കൂട്ടത്തേക്കും മരക്കൂട്ടം കഴിഞ്ഞ് നടപ്പന്തലിലേക്കും എത്തിച്ചേരും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എല്ലാ സന്നാഹങ്ങളും ഒരുക്കിക്കൊണ്ട് എല്ലാ സുരക്ഷയും ഒരുക്കിക്കൊണ്ട് ക്രിയാത്മകമായിട്ടുള്ള ഒരു ജാഗ്രതയോടുകൂടിയുള്ള ഒരു ഇടപെടൽ ദ്രുതകർമ്മസേനയും അതുപോലെ തന്നെ NDRF ഫോഴ്സും ഒക്കെ തന്നെ RAF ഫോഴ്സും ഒക്കെ തന്നെ കൃത്യമായി ഇവിടെ സുരക്ഷാ സംവിധാനം ഒരുക്കുന്നുണ്ട്. പോലീസും കൃത്യമായി സുരക്ഷാ സംവിധാനം ഒരുക്കുന്നുണ്ട്. ഇപ്പോൾ വനങ്ങളുടെ വിവിധ ഭാഗങ്ങളിലേക്ക്, അതായത് കാനനപാതയുടെ വിവിധ ഭാഗങ്ങളിലേക്കാണ് കൃത്യമായ അയ്യപ്പന്മാർ വിരിവെച്ച് പർണശാല കെട്ടി കാത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ സന്നിധാനത്തിന്റെ നടപ്പന്തലിലും അതുപോലെ സോപാന ഭാഗത്തും ഒക്കെ തന്നെ കഴുകി വൃത്തിയാക്കുന്ന ഒരു ഇത് ഉണ്ട്. ഇതിന് ശേഷം ഇനി തിരുവാഭരണ ഘോഷയാത്ര കടന്ന് അവിടേക്ക് എത്തിയതിനു ശേഷം മാത്രമേ ഇനി അയ്യപ്പന്മാരെ കയറ്റിവിടൂ എന്നുള്ളതാണ്. അതുവരെ അയ്യപ്പന്മാർക്ക് മരക്കൂട്ടത്ത് തടഞ്ഞു നിർത്തിയിരിക്കുന്ന ഒരു സാഹചര്യം. നേരത്തെ ഇവിടെ എത്തിയവരെ ബാരിക്കേഡുകളും ഒക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് പോലീസ് തടഞ്ഞ് മറ്റൊരു ഭാഗത്തേക്ക് മാറ്റിയിരിക്കുന്ന ഒരു സാഹചര്യം. ഇതനുസരിച്ചാണ് ആചാരക്രമം അനുസരിച്ചാണ് ഇവിടെ അത്രയും ഫയർഫോഴ്സ് തന്നെ വൃത്തിയാക്കി ശുചീകരിച്ചിട്ടുള്ളത്. നേരത്തെയൊക്കെ തന്നെ നമുക്കറിയാം മണ്ഡല മകരവിളക്ക് ഉത്സവത്തിനോട് മുമ്പ് ചിത്രാട്ട വിശേഷ പൂജയ്ക്കൊക്കെ തന്നെ നട തുറന്നപ്പോൾ ഫയർഫോഴ്സ് ഒക്കെ ഇവിടെ വെള്ളം ചീറ്റിക്കൊണ്ട് വൃത്തിയാക്കുന്ന ആ ഒരു ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നു. അത് ചില മാധ്യമങ്ങളൊക്കെ തന്നെ അയ്യപ്പന്മാർ വിരിവിക്കാതിരിക്കുവാൻ വേണ്ടി ചെയ്തതാണ് എന്നുള്ള ഒരു രീതിയിൽ വളച്ചൊടിക്കുകയും പിന്നീട് ഫയർഫോഴ്സ് ഒക്കെ തന്നെ അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കേരളം മുഴുവനും ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. ഹൈക്കോടതി ഉൾപ്പെടെ ഫയർഫോഴ്സ് അധികൃതരോട് ആരാഞ്ഞിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന്. പക്ഷേ കൃത്യമായി ഈ പരിസര പ്രദേശങ്ങൾ നമുക്കറിയാം, ഒരു വർഷക്കാലം അടച്ചുപൂട്ടിയിട്ടിരുന്ന ഒരു സ്ഥലം ഒരു ഉത്സവവുമായി ബന്ധപ്പെട്ട് തുറക്കുമ്പോൾ ശുചീകരിക്കേണ്ട ഒരു ആവശ്യമുണ്ട് കൃത്യമായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഫയർഫോഴ്സ് ഒക്കെ തന്നെ വെള്ളം ചീറ്റിക്കൊണ്ട് അത്തരത്തിലൊരു ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതാണ്. അതാണ് വളച്ചൊടിച്ച് മറ്റൊരു രീതിയിലേക്ക് മാറ്റിയത്. കൃത്യമായി ഇന്ന് രാവിലെ തന്നെ ദേവസ്വം ബോർഡ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാർ ഉൾപ്പെടെ ഇവിടെ എത്തി കൃത്യമായി തന്നെ എല്ലാ രീതികളും അവർ പരിശോധിച്ചു. ഇനി എന്തെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ചെയ്യണമെന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി പോവുകയുണ്ടായി. ഒപ്പം രാജ്യം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി തന്നെ കൃത്യമായി ഇത്തരത്തിലൊരു പുണ്യഭൂമിയെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് ഒരു വർഗീയത വിളമ്പാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ കടകംപള്ളി സുരേന്ദ്രന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒരു വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു മണ്ഡലകാലം തന്നെയാണ് ഇത് കടന്നു പോകുന്നത് എന്നുള്ള ഒരു കാര്യവും അദ്ദേഹം പറയുകയുണ്ടായി. ഒപ്പം സംസ്ഥാന സർക്കാർ എല്ലാത്തിനും ഒപ്പമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. അത് വലിയ ഒരു കാര്യമാണ്. നമുക്കറിയാം ഈ യുവതീ പ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് ശബരിമലയിൽ ഉണ്ടായ സംഘർഷങ്ങളുടെ അടിസ്ഥാനത്തിൽ നടവരവ് കുറഞ്ഞിരിക്കുന്നത് യാഥാർത്ഥ്യമാണ്. അത്തരത്തിൽ നടവരവ് കുറഞ്ഞെങ്കിൽ പോലും സംസ്ഥാന സർക്കാർ ഒപ്പമുണ്ട് എന്നുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു സൂചന മുഖ്യമന്ത്രി നൽകി. അത് വലിയൊരു ആശ്വാസമാണ് എന്ന് ഉള്ളതും കടകംപള്ളി സുരേന്ദ്രൻ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ തിരുവാഭരണ ഘോഷയാത്ര ഇവിടേക്ക് എത്തും. തിരുവാഭരണ ഘോഷയാത്രയിൽ അയ്യപ്പന്റെ മുഖം, സ്വർണ്ണത്തിനാൽ അലങ്കൃതമായ അയ്യപ്പന്റെ മുഖം, ഒപ്പം ഉടവാള്, അദ്ദേഹത്തിന്റെ അണിയുവാനുള്ള ആഭരണങ്ങൾ, ഒപ്പം ഉടയാടകൾ ഉൾപ്പെടെയുള്ള പേടകങ്ങൾ വഹിച്ചുകൊണ്ടാണ് 20 അംഗ സംഘം തിരുവാഭരണ ഘോഷയാത്രയുമായി ഇവിടേക്ക് എത്തുന്നത്. അവരെ വലിയ രീതിയിൽ തന്നെ ദേവസ്വം ബോർഡ് സ്വീകരിച്ച് ക്ഷേത്രനടയിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് കൃത്യമായി ദേവസ്വം ബോർഡ് അറിയിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു ഒരുക്കങ്ങളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. എന്തായാലും വലിയ ആഘോഷമാണ് ശബരിമലയിലും എത്തിയിരിക്കുന്ന അയ്യപ്പ ഭക്തർക്കും. അതായത് മകരവിളക്ക് അവസാന ദിവസമാണ്. ഉത്സവ കാലഘട്ടത്തിന്റെ മണ്ഡല മകരവിളക്ക് ഉത്സവത്തിന്റെ അവസാന ദിവസമാണെന്ന്. ഇന്ന് രാത്രി 10:50 നടയടയ്ക്കുന്നതോടുകൂടി മകരവിളക്ക് ഉത്സവം പൂർത്തിയാവുകയാണ്. നാളെ മാസപൂജയ്ക്കായി 1-ാം തീയതി, മലയാള മാസം 1-ാം തീയതിയായി എല്ലാ മാസവും നട തുറക്കും. അങ്ങനെ നട തുറക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ശേഷം 20-ാം തീയതി ആയിരിക്കും നട വീണ്ടും അടയ്ക്കുന്നത്.
ഒരു ഏകദേശം 21 കേന്ദ്രങ്ങളാണ് തീർത്ഥാടകർക്ക് മകരജ്യോതി ദർശിക്കാനായി ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെയൊക്കെ പർണശാല കെട്ടി മണിക്കൂറുകളായി തീർത്ഥാടകർ കാത്തിരിക്കുന്ന സാഹചര്യമുണ്ട്. ഇവർക്ക് വേണ്ട എന്തെല്ലാം സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്, എന്തെല്ലാം സുരക്ഷാ ക്രമീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നത്, ഒപ്പം തന്നെ തീർത്ഥാടകർ മകരജ്യോതി കഴിഞ്ഞ് മടങ്ങുമ്പോൾ എത്ര അവർക്ക് പോകാൻ വേണ്ട വാഹന സൗകര്യങ്ങൾ ഏത് രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത്? പ്രിയ, 8 വ്യൂ പോയിന്റുകളാണ് പ്രധാനമായും മകരവിളക്ക് ദർശിക്കുവാൻ വേണ്ടി ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുള്ളത്. പുൽമേട് ഉൾപ്പെടെയുള്ള പ്രദേശമാണ് ഈ 8 വ്യൂ പോയിന്റുകൾ. അതിൽ പമ്പ ഉൾപ്പെടില്ല. എല്ലാ കൊല്ലവും പമ്പ ഒരു വ്യൂ പോയിന്റ് ആയിരുന്നു. അവിടെ നിന്ന് നല്ല രീതിയിൽ തന്നെ ഒരു ദർശന സാധ്യമാകുന്ന സ്ഥലമായിരുന്നു. പക്ഷേ പ്രളയം ബാക്കി വെച്ച ഒരു പമ്പ അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ അപകട സാധ്യതയുണ്ട്. അതിനാൽ മലമുകളിൽ അവിടുത്തെ പമ്പയുടെ ഹിൽ ടോപ്പിൽ അയ്യപ്പ ഭക്തർക്ക് ഇരിക്കുവാനുള്ള ഒരു അസൗകര്യം ഉള്ളത് കൊണ്ട് തന്നെ അത്തരത്തിൽ അയ്യപ്പന്മാരെ അവിടേക്ക് കയറ്റിവിടാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ സന്നിധാനത്തും വിവിധ പ്രദേശങ്ങളിലും പുൽമേട്ടിൽ ഉൾപ്പെടെയുള്ള പാണ്ടിത്താവളം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലായിരിക്കും പർണശാല കെട്ടി വിരിവെച്ച് അയ്യപ്പന്മാർ ഇരിക്കുക. ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ, ആഴ്ചകൾക്ക് മുമ്പ് തന്നെ അയ്യപ്പ ഭക്തർ എത്തി ഇവിടെ വിരിവെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. മുമ്പുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ അവരുടെ വിശേഷങ്ങളൊക്കെ തന്നെ നമ്മൾ പങ്കുവെച്ചതാണ്. ഇവർക്ക് വേണ്ടുന്ന ഇവർ ഇവിടെ നിന്ന് പോകുമ്പോൾ, അതായത് ഏകദേശം 5 ലക്ഷം മുതൽ 6 ലക്ഷം വരെയുള്ള അയ്യപ്പ ഭക്തർ എത്തുമെന്നാണ് കൃത്യമായിട്ട് ദേവസ്വം ബോർഡ് പ്രതീക്ഷിക്കുന്നത്. ഇവർക്ക് നൽകുവാനുള്ള പ്രസാദങ്ങളും ഒക്കെ തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട് ദേവസ്വം ബോർഡ്. എല്ലാം ഉണ്ണിയപ്പവും മരവണ പായസവും ഒക്കെ തന്നെ കൃത്യമായി സജ്ജീകരിച്ച് ഇവർക്ക് നൽകുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒപ്പം എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, ഇവരുടെ തിരികെ യാത്രയാണ്. 3 വഴികളിലൂടെ ആയിരിക്കും സന്നിധാനത്ത് നിന്ന് പ്രധാനമായും അയ്യപ്പന്മാരെ പമ്പയിലേക്ക് കടത്തിവിടുക. നമുക്കറിയാം, മല കയറുമ്പോഴുണ്ടാകുന്ന അതിനേക്കാൾ ബുദ്ധിമുട്ടാണ് മല ഇറക്കുമെന്ന് പറയുന്നത്. വലിയ സംഘങ്ങളായി മല ഇറങ്ങുമ്പോൾ വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വടം കെട്ടി ക്രമീകരിച്ച് ഓരോ സംഘങ്ങളായി മലയിലേക്ക് കയറ്റുന്ന അതേ രീതിയിലായിരിക്കും അയ്യപ്പ ഭക്തരെ തിരിച്ചിറക്കുന്നതും എന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. കൃത്യമായ ഒരു സുരക്ഷാ ക്രമീകരണം, ആർക്കും ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാകാതിരിക്കുവാനുള്ള സുരക്ഷാ ക്രമീകരണം ആണ് പോലീസ് സാധ്യമാകുന്നത്. ഒപ്പം എടുത്തു പറയേണ്ടത് KSRTCയുടെ ഒരു കാര്യമാണ്. KSRTC 400 ബസ്സുകളാണ് നിലവിൽ സർവീസ് നടത്തിയിരുന്നത്, പമ്പ നിലയ്ക്കൽ സർവീസ്. എന്നാൽ 900 ബസ്സുകൾ കൂടി അധികമായി മകരവിളക്ക് ഉത്സവത്തോടനുബന്ധിച്ച് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 900 ബസ്സുകൾ കൂടി എത്തിച്ചുകൊണ്ട് ഇവർക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഒരുക്കി, യാത്രാ സൗകര്യങ്ങളും ഒരുക്കി പമ്പയിലേക്ക് എത്തുന്ന അയ്യപ്പ ഭക്തരെ വിവിധ ഇടങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത ഒരുക്കുകയാണ് KSRTC ചെയ്യുന്നത്. ഒപ്പം ആരോഗ്യ വകുപ്പിന്റെ കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. മകരവിളക്കുമായി ബന്ധപ്പെട്ട് നേരത്തെ മണ്ഡലവിളക്ക് ഉത്സവത്തോടനുബന്ധിച്ച് തന്നെ ആശുപത്രി എല്ലാ രീതിയിലുള്ള സജ്ജീകരണങ്ങളുമുണ്ട്. നിലയ്ക്കൽ ഓപ്പറേഷൻ സംവിധാനം ഉൾപ്പെടെയുള്ള ആശുപത്രി സജ്ജീകരിച്ചിട്ടുണ്ട്. ഒപ്പം പമ്പയിൽ വലിയ രീതിയിലുള്ള ഒരു സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം തുറന്നു പ്രവർത്തിക്കുന്നുണ്ട്. ഒപ്പം ആയുർവേദത്തിന്റെയും അലോപ്പതിയുടെയും ഹോമിയോയുടെയും ഒക്കെ തന്നെ ഹോസ്പിറ്റലുകളുണ്ട്. ഒപ്പം പിന്നെ അയ്യപ്പ സേവയുടെ ഹോസ്പിറ്റൽ ഉണ്ട്. ഇത്തരത്തിലുള്ള എല്ലാ ക്രമീകരണങ്ങളും ഉണ്ടായിരുന്നു. ആരോഗ്യ വകുപ്പും കൃത്യമായി ഇടപെട്ടുകൊണ്ട് മകരവിളക്കിനോടനുബന്ധിച്ച് കൃത്യമായി തന്നെ അധിക ഡോക്ടർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് അധിക സ്റ്റാഫ് നഴ്സുമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ക്രമപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം അത്രയും അധികം ഒരു തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഏകദേശം 4 ലക്ഷം മുതൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 6 ലക്ഷം വരെയുള്ള അയ്യപ്പ ഭക്തരെയാണ് സന്നിധാനത്തേക്ക് സ്വീകരിക്കുവാൻ വേണ്ടി ദേവസ്വം ബോർഡ് ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നത്. മറ്റ് ഇവർക്ക് വെള്ളമായാലും മറ്റ് സൗകര്യങ്ങളായാലും ഇവർ തമ്പടിക്കുന്ന സ്ഥലങ്ങളിൽ കടകളായാലും സജ്ജീകരിച്ചുകൊണ്ട് ദേവസ്വം ബോർഡ് എല്ലാ രീതിയിലുള്ള ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും മകരവിളക്ക് ഉത്സവവുമായി ബന്ധപ്പെട്ട് എത്തുന്ന തിരുവാഭരണ ഘോഷയാത്രയെ സ്വീകരിക്കുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും സംവിധാനങ്ങളും സന്നിധാനത്ത് ഒരുക്കിയിട്ടുണ്ട്. വിശ്വാസമനുസരിച്ച് ഏകദേശം 5 മണിയോടുകൂടി തിരുവാഭരണ ഘോഷയാത്ര 6 മണിയോടുകൂടി എത്തിയതിനു ശേഷം കൃഷ്ണപരന്ത് വട്ടമിട്ട് പറക്കുമെന്നുള്ളതാണ് വിശ്വാസം. അത്തരത്തിലുള്ള ഒരു ചിത്രങ്ങളും നമുക്ക് പകർത്താൻ കഴിയും എന്നുള്ളതാണ്. വിശ്വാസമനുസരിച്ചുള്ള എല്ലാ ആചാരങ്ങളും അനുസരിച്ചുള്ള എല്ലാ ഇടപെടലുകളും ദേവസ്വം ബോർഡ് ഇവിടെ നടത്തുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, സന്നിധാനമൊക്കെ തന്നെ ശബരിമലയുടെ സോപാന ഭാഗമൊക്കെ തന്നെ ഇന്നലെ വൈകുന്നേരത്തോടു കൂടി പുഷ്പങ്ങളാൽ അലങ്കൃതമായ മനോഹരമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ 18-ാം പടിയും പരിസര പ്രദേശങ്ങളും എല്ലാം വെള്ളം ചീറ്റിക്കൊണ്ട് വൃത്തിയാക്കി ശുചീകരിച്ച് ആരെയും അങ്ങോട്ട് കടത്തിവിടാത്ത ഒരവസ്ഥ. തിരുവാഭരണത്തെ സ്വീകരിക്കുവാനുള്ള തയ്യാറെടുപ്പാണത്. തിരുവാഭരണ ഘോഷയാത്ര എത്തിയതിനു ശേഷമായിരിക്കും മറ്റ് ആചാരപ്രകാരമുള്ള എല്ലാ ക്രമീകരണങ്ങളും നടക്കുക. പ്രിയ, മകരജ്യോതി തെളിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വലിയ തിരക്കാണ്, വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. തിരുവാഭരണ ഘോഷയാത്രയും ഉടൻ തന്നെ അവിടേക്ക് എത്തും. വിവരങ്ങളാണ് റിനു ശ്രീധർ നൽകിയത്. മഞ്ജു പൊന്നു 18-ാം പടി ചവിട്ടി അയ്യപ്പ ദർശനം നടത്തിയതിന്റെ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തായി. കഴിഞ്ഞ 8-ാം തീയതി രാവിലെ 7:15 മഞ്ജു ശ്രീകോവിലിൽ പ്രവേശിച്ചത്. ശബരിമലയിലെ യുവതീ പ്രവേശനത്തിന്റെ വാർത്തകൾ പങ്കുവയ്ക്കുന്നതിനായി രൂപീകരിച്ച ഓൺലൈൻ കൂട്ടായ്മയായ നവോത്ഥാന കേരളം ശബരിമലയിലേക്ക് എന്ന ഫേസ്ബുക്ക് പേജിലാണ് ചിത്രങ്ങളും വീഡിയോയും സഹിതം വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത്. ശബരിമലയിൽ
18ാം പടി ചവിട്ടി സന്നിധാനത്ത് പ്രവേശിക്കുന്ന ദൃശ്യങ്ങളാണ് പേജിൽ പോസ്റ്റ് ചെയ്തത്. ദളിത് മഹിളാ ഫെഡറേഷനും മഹിളാ കോൺഗ്രസിന്റെയും നേതാവായ മഞ്ജു സന്നിധാനത്തെത്തിയ ദൃശ്യങ്ങൾ നവോത്ഥാന കേരളം ശബരിമലയിലേക്ക് എന്ന ഫേസ്ബുക്ക് പേജിലൂടെ നേരത്തെ പുറത്തുവിട്ടിരുന്നു. പോലീസ് സുരക്ഷയില്ലാതെയാണ് മഞ്ജു ദർശനം നടത്തിയത്. ന്യൂസ് ഡെസ്ക്. കമ്പ്യൂട്ടറുകളും മൊബൈൽ ഫോണുകളും നിരീക്ഷിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ വിവാദ ഉത്തരവ് ഇടക്കാലമായി സ്റ്റേ ചെയ്യാൻ സാധിക്കില്ലെന്ന് സുപ്രീംകോടതി. കേന്ദ്ര സർക്കാരിന്റെ മറുപടി കേട്ട ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കാനാകൂ എന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. വിഷയത്തിൽ 6 ആഴ്ചയ്ക്കകം മറുപടി നൽകണമെന്ന് കേന്ദ്രത്തോട് കോടതി ഉത്തരവിട്ടു. പൗരന്റെ സ്വകാര്യതയിൽ കടന്നുകയറാൻ 10 അന്വേഷണ ഏജൻസികൾക്ക് അനുമതി നൽകുന്ന ഉത്തരവ് ജനാധിപത്യ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ. കേന്ദ്ര സർക്കാരിന്റെ വിവാദ ഉത്തരവ് ഇടക്കാലമായി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് 4 പൊതുതാൽപര്യ ഹർജികളാണ് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ അധ്യക്ഷതയിലുള്ള ബെഞ്ചിന് മുമ്പാകെ എത്തിയത്. കമ്പ്യൂട്ടറുകളും മൊബൈൽ ഫോണുകളും ഉൾപ്പെടെയുള്ള എല്ലാ ഡിജിറ്റൽ ആശയവിനിമയങ്ങളും നിരീക്ഷിക്കുന്നതിന് അന്വേഷണ ഏജൻസികൾക്ക് സർവ്വസ്വാതന്ത്ര്യം നൽകുന്ന വിവാദ ഉത്തരവ് കഴിഞ്ഞ ഡിസംബർ 20-നായിരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പുറത്തിറക്കിയത്. കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് പൗരന്റെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്. അതോടൊപ്പം പൗരന് ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശങ്ങളുടെ ലംഘനമാണെന്നും ഹർജിക്കാർ വാദിച്ചു. അതിനാൽ ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നും ഹർജിക്കാർ ആവശ്യപ്പെട്ടു. ഹർജിയിൽ ഉന്നയിക്കുന്ന വാദങ്ങൾ വിശദമായി തന്നെ പരിശോധിക്കാമെന്ന് കോടതി മറുപടി നൽകി. എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം കേൾക്കാതെ സ്റ്റേ അനുവദിക്കാൻ കഴിയില്ലെന്ന് കോടതി ഉത്തരവിട്ടു. ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത്. വിഷയത്തിൽ 6 ആഴ്ചയ്ക്കകം മറുപടി നൽകണമെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചു. 6 ആഴ്ചയ്ക്ക് ശേഷം ഹർജികൾ കോടതി വീണ്ടും പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. യോഗി സർക്കാരിന് സുപ്രീം കോടതിയിൽ നിന്നും തിരിച്ചടി. ഉത്തർപ്രദേശിൽ നടക്കുന്ന ഏറ്റുമുട്ടൽ കൊലപാതകങ്ങൾ ഗൌരവമായി പരിശോധിക്കേണ്ട വിഷയമാണെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്. വിഷയത്തിൽ ഉത്തർപ്രദേശ് സർക്കാരിനോട് സുപ്രീം കോടതി വിശദീകരണം തേടി. കൊലപാതകങ്ങളിൽ കോടതിയുടെ നിരീക്ഷണത്തിലുള്ള അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് എന്ന സംഘടനയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി അധികാരമേറ്റ ശേഷം ഉത്തർപ്രദേശിൽ 2000-ലധികം ഏറ്റുമുട്ടലുകളാണ് നടന്നത്. ഇതിൽ 60-ലധികം പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ സംഭവിക്കുന്നത് ഗൌരവമേറിയ വിഷയമാണെന്നും ഈ വിഷയത്തിൽ വിശദമായ പരിശോധന ആവശ്യമാണെന്നും ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധ്യക്ഷനായ ബെഞ്ച് നിരീക്ഷിച്ചു. ഗുരുതരമായ ക്രിമിനൽ കേസിൽ പ്രതികളായവരെ പിടികൂടാനെന്ന പേരിൽ നടക്കുന്ന വ്യാജ ഏറ്റുമുട്ടലുകൾ എല്ലാ നടപടിക്രമങ്ങളും മനുഷ്യാവകാശങ്ങളും ലംഘിക്കുന്നതാണെന്ന് UN മനുഷ്യാവകാശ സംഘടന വരെ ചൂണ്ടിക്കാട്ടിയിരുന്നു. കൊല്ലപ്പെടുന്നവരിൽ ഭൂരിഭാഗവും മുസ്ലിം ദളിത് വിഭാഗത്തിൽപ്പെടുന്നവരാണെന്നും ജാതിയവും വംശീയവുമായ ഉന്മൂലനമാണ് ഭരണകൂടത്തിന്റെ ഒത്താശയോടെ നടക്കുന്നതെന്ന വിമർശനവും ശക്തമാണ്. 2016 ശേഷം രാജ്യത്ത് നടന്ന ആൾക്കൂട്ട കൊലപാതകങ്ങളുടെ കണക്കുകൾ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ പക്കലില്ല എന്നത് മോദിയുടെയും യോഗിയുടെയും ഒത്തുകളിയാണെന്ന ആരോപണവും ശക്തമാണ്. ഉത്തർപ്രദേശിലെ വ്യാജ ഏറ്റുമുട്ടലുകളിൽ കോടതി നിരീക്ഷണത്തിലുള്ള സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതുതാൽപര്യ ഹർജിയിലാണ് കോടതിയുടെ ഇടപെടൽ. 6 ആഴ്ചയ്ക്കകം വിഷയത്തിൽ വിശദീകരണം നൽകണമെന്ന് ഉത്തരവിട്ട കോടതി ഉത്തർപ്രദേശ് സർക്കാരിന് നോട്ടീസ് അയച്ചു. ഹർജി ഫെബ്രുവരി 12-ന് കോടതി വീണ്ടും പരിഗണിക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. CBI ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് അലോക് വർമ്മയെ മാറ്റിയതും കോമൺവെൽത്ത് ട്രൈബ്യൂണലിലേക്കുള്ള തന്റെ നിയമനവും കൂട്ടിക്കുഴച്ചതിൽ ദുഃഖമറിയിച്ച് ജസ്റ്റിസ് AK സിക്രി. ഉന്നതതല സമിതിയിൽ നിയോഗിച്ചത് കഴിഞ്ഞയാഴ്ചയാണെന്നും ട്രൈബ്യൂണലിലെ ഇന്ത്യൻ പ്രതിനിധിയാകാൻ സമ്മതമറിയിച്ചത് ഡിസംബറിലാണെന്നുമാണ് സിക്രിയുടെ വാദം. എന്നാൽ നിയമന വിഷയം അറിയാമായിരുന്ന സിക്രി ഉന്നതതല സമിതിയിൽ നിന്ന് എന്തുകൊണ്ട് മാറി നിന്നില്ലെന്ന ചോദ്യമാണ് വിമർശകർ ഉയർത്തുന്നത്. കോമൺവെൽത്ത് രാജ്യങ്ങൾക്കിടയിലെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള വേദിയായ കോമൺവെൽത്ത് സെക്രട്ടേറിയറ്റ് ആർബിട്രറി ട്രൈബ്യൂണലിൽ ഒരു പ്രസിഡന്റും 6 അംഗങ്ങളുമാണുള്ളത്. ട്രൈബ്യൂണലിൽ കുറെ വർഷങ്ങളായി ഇന്ത്യക്ക് പ്രതിനിധിയില്ല. ഈ സാഹചര്യത്തിലാണ് ഒഴിവ് വന്ന ഒരു അംഗത്വം ഇന്ത്യക്ക് ലഭിച്ചത്. ഈ സ്ഥാനത്തേക്കാണ് ജസ്റ്റിസ് AK സിക്രിയുടെ പേര് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചിരുന്നത്. എന്നാൽ അലോക് വർമ്മയെ മാറ്റിയതും കോമൺവെൽത്ത് ട്രൈബ്യൂണലിലേക്കുള്ള തന്റെ നിയമനവും കൂട്ടിക്കുഴച്ചതിൽ ജസ്റ്റിസ് AK സിക്രി ദുഃഖമറിയിച്ചു. അലോക് വർമ്മ വിഷയം പരിഗണിക്കുന്ന ഉന്നതതല സമിതിയിൽ നിയോഗിച്ചത് കഴിഞ്ഞ ആഴ്ചയാണെന്നും കോമൺവെൽത്ത് ട്രൈബ്യൂണലിലുള്ള ഇന്ത്യൻ പ്രതിനിധിയാകാൻ സമ്മതമറിയിച്ചത് ഡിസംബറിലാണെന്നുമാണ് സിക്രിയുടെ വാദം. എന്നാൽ നിയമന വിഷയം അറിയാമായിരുന്ന സിക്രി ഉന്നതതല സമിതിയിൽ നിന്ന് എന്തുകൊണ്ട് മാറി നിന്നില്ലെന്ന ചോദ്യമാണ് വിമർശകർ ഉയർത്തുന്നത്. മാർച്ച് 6-ന് ശേഷം ട്രൈബ്യൂണൽ പദവി ഏറ്റെടുക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് ജസ്റ്റിസ് AK സിക്രി കഴിഞ്ഞ ദിവസം പ്രശ്നവിവാദമായതോടെ പിന്മാറിയിരുന്നു. ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ രേഖാമൂലം അറിയിക്കുകയും ചെയ്തു. അലോക് വർമ്മയെ മാറ്റുന്നതിൽ ഉന്നതതല സമിതിയിലെ മറ്റൊരംഗമായ മല്ലികാർജുൻ ഖാർഗെ വിയോജിപ്പ് രേഖപ്പെടുത്തിയിരുന്നെങ്കിലും പ്രധാനമന്ത്രിയുടെയും ജസ്റ്റിസ് AK സിക്രിയുടെയും ഭൂരിപക്ഷ വിധിയിലൂടെ അലോക് വർമ്മയെ CBI സ്ഥാനത്ത് നിന്ന് നീക്കുകയായിരുന്നു. പ്രധാനമന്ത്രിയുടെ നിലപാടിനെ സിക്രി പിന്തുണച്ചതാണ് വിവാദമായത്. അലോക് വർമ്മ വിഷയത്തിൽ അന്വേഷണം നടത്തിയ മേൽനോട്ട സമിതിയുടെ അധ്യക്ഷൻ ജസ്റ്റിസ് AK പട്നായിക്കും മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് TS ഠാക്കൂറും ഉന്നതതല സമിതിയുടെ തീരുമാനത്തെ വിമർശിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, ദില്ലി.
രാജ്യത്തിന്റെ ധനക്കമ്മി അതിരൂക്ഷമാകുന്നതായി റിപ്പോർട്ടുകൾ. ഫെബ്രുവരി 1-ന് പൊതു ബജറ്റ് അവതരിപ്പിക്കാനിരിക്കെ കടബാധ്യത വർദ്ധിക്കുന്നതിനാൽ ജനക്ഷേമ പ്രഖ്യാപനങ്ങൾ കുറയ്ക്കേണ്ടി വരുമെന്ന് ധനമന്ത്രാലയ വൃത്തങ്ങൾ അറിയിച്ചു. നിക്ഷേപത്തിനുള്ള രാജ്യാന്തര ഗ്രേഡിംഗിനും ഇന്ത്യക്ക് തിരിച്ചടി. നോട്ട് നിരോധനവും GSTയും ഉണ്ടാക്കിയ പ്രതിസന്ധികൾ വിപണിയിൽ തുടരുന്നു. ബഡ്ജറ്റ് തയ്യാറാക്കുന്നതിലേക്ക് കടക്കുന്ന കേന്ദ്ര ധനമന്ത്രാലയത്തിന് മുന്നിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് രാജ്യത്തെ ധനക്കമ്മി. മൊത്തം സമ്പദ് വ്യവസ്ഥയുടെ 3.3% കമ്മി ചുരുക്കുകയായിരുന്നു ബഡ്ജറ്റിൽ ലക്ഷ്യം. പക്ഷേ 3.5% താഴേക്ക് നിലവിലെ സ്ഥിതിയിൽ ധനക്കമ്മി കുറയില്ലെന്ന് ധനകാര്യ വിദഗ്ധർ കണ്ടെത്തുന്നു. GST വരുമാനത്തിലെ ഇടിവ്, നോട്ട് നിരോധനമുണ്ടാക്കിയ വിപണി നഷ്ടം, വിവിധ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് എക്സൈസ് തീരുവ കുറയ്ക്കേണ്ടി വന്നതൊക്കെ കേന്ദ്ര വരുമാനത്തെ കാര്യമായി ബാധിച്ചു. പൊതുമേഖലയുടെ ഓഹരി വിൽപ്പനയിലും പ്രതീക്ഷിച്ച നേട്ടം മോദി സർക്കാരിന് ഉണ്ടാക്കാനായില്ല. സാമ്പത്തികാവസ്ഥ പരിതാപകരമായതുകൊണ്ട് തന്നെ അടുത്ത മാസം 1-ാം തീയതി അരുൺ ജെയ്റ്റ്ലി അവതരിപ്പിക്കുന്ന പൊതു ബഡ്ജറ്റിൽ ജനക്ഷേമ പദ്ധതികൾക്ക് വലിയ സ്ഥാനം നൽകാനാകില്ല. തെരഞ്ഞെടുപ്പ് വർഷമായതിനാൽ സാമ്പത്തിക രംഗത്തിന്റെ തകർച്ച പുറത്തറിയിക്കാതിരിക്കാൻ ബഡ്ജറ്റിലൂടെ കേന്ദ്ര സർക്കാർ ശ്രമിക്കുകയും ചെയ്യും. ന്യൂസ് ബ്യൂറോ, ദില്ലി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവമാക്കി കോൺഗ്രസ്. ചർച്ചയ്ക്ക് കോൺഗ്രസ് നേതാക്കളെ ഹൈക്കമാൻഡ് ദില്ലിക്ക് വിളിപ്പിച്ചു. രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, കെ മുരളീധരൻ, ബെന്നി ബെഹനാൻ എന്നിവരെയാണ് വിളിപ്പിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിലെത്തുകയും സംസ്ഥാന കോൺഗ്രസിൽ പുനഃസംഘടനാ പ്രതിസന്ധിയിലുമായ ഘട്ടത്തിലാണ് ഹൈക്കമാൻഡ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച അറിയിപ്പ് കേരളത്തിന്റെ സംഘടനാ ചുമതലയുള്ള മുകുൾ വാസനിക്കാണ് നേതാക്കളെ അറിയിച്ചിരിക്കുന്നത്. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, പ്രചരണ കമ്മിറ്റി ചെയർമാൻ കെ മുരളീധരൻ, UDF കൺവീനർ ബെന്നി ബെഹന്നാൻ, തെലങ്കാനയുടെ ചുമതലയുള്ള ഉമ്മൻചാണ്ടി എന്നിവരെയാണ് ചർച്ചകൾക്കായി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്. മറ്റന്നാൾ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ മുകുൾ വാസനിക്കുമായി ചർച്ച നടത്തും. ഈ പ്രാഥമിക ചർച്ചകൾക്ക് ശേഷം AICC അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തും. പുനഃസംഘടന നടക്കാത്ത സാഹചര്യത്തിൽ പ്രത്യേക സമിതികൾ രൂപീകരിച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി മുൻപോട്ടു പോകാനാണ് KPCCയുടെ തീരുമാനം. എന്നാൽ ഗ്രൂപ്പുകൾക്കതീതമായ പുനഃസംഘടനയ്ക്ക് രാഹുൽ ഗാന്ധി പച്ചക്കൊടി നൽകിയിട്ടും ഇത് നടപ്പിലാക്കാൻ കഴിയാത്തതിന്റെ അമർഷം ഹൈക്കമാൻഡ് കേരള നേതാക്കളെ അറിയിക്കും. ശൂരനാട് രാജശേഖരൻ, തമ്പാനൂർ രവി എന്നിവരെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിലനിർത്തി താൽക്കാലിക പുനഃസംഘടന നടത്താനായിരുന്നു ആദ്യ തീരുമാനം. എന്നാൽ കെ ബാബുവിനെയും ഡൊമിനിക് പ്രസന്റേഷനെയും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന് ഉമ്മൻചാണ്ടിയും ശരത്ചന്ദ്ര പ്രസാദിനായി ചെന്നിത്തലയും നിലപാട് ഘടിപ്പിച്ചതോടെയാണ് പുനഃസംഘടന അവതാളത്തിലായത്. എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ ഗ്രൂപ്പ് പ്രവർത്തനം ബാധിക്കരുതെന്ന കടുത്ത നിലപാട് തന്നെയായിരിക്കും ഹൈക്കമാൻഡ് കൈക്കൊള്ളുക. പുതിയ കമ്മിറ്റിയിലെ അംഗങ്ങളെയും ഡൽഹി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തീരുമാനിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ പരാജയം NDA മുന്നണിയുടെ ഭാവി പ്രതീക്ഷകളെ ഉലച്ചുവെന്ന് കേന്ദ്രമന്ത്രിയും LJP നേതാവുമായ രാംവിലാസ് പാസ്വാൻ പറഞ്ഞു. മുന്നോക്ക സംവരണത്തിലൂടെ ഇത് മറികടക്കാനാകുമെന്നാണ് പ്രതീക്ഷ. അതേസമയം സമാജ്വാദി BSP സഖ്യത്തിന് പിന്തുണയുമായി ലാലു പ്രസാദ് യാദവിന്റെ RJD തേജസ്വി യാദവ് മായാവതിയുമായി കൂടിക്കാഴ്ച നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ നിൽക്കെ BJP നേതൃത്വം നൽകുന്ന NDA മുന്നണിയുടെ ആത്മവിശ്വാസത്തിൽ കുറവ് വന്നത് ആദ്യമായി തുറന്നു പറയുകയാണ് കേന്ദ്രമന്ത്രി രാംവിലാസ് പാസ്വാൻ. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ പരാജയം മുന്നണിയെ ഉലച്ചുവെന്ന് ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ പാസ്വാൻ ചൂണ്ടിക്കാട്ടി. ഇത് മറികടക്കാൻ മുന്നോക്ക സംവരണ ബില്ലിലൂടെ കഴിയുമെന്നാണ് പ്രതീക്ഷ. ഭരണഘടനാ ഭേദഗതി പാസാക്കിയതിനാൽ ബില്ലിന്റെ നിയമസാധുത കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടില്ല എന്നും രാംവിലാസ് പാസ്വാൻ പറഞ്ഞു. വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് മുന്നോക്ക സംവരണ നിയമം ഗുജറാത്തിൽ പ്രാബല്യത്തിലായി. നിലവിൽ നടക്കുന്ന നിയമനങ്ങളിൽ മുന്നോക്ക സംവരണം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വിജയ് രൂപാണി അറിയിച്ചു. അതേസമയം UPയിൽ രൂപീകരിക്കപ്പെട്ട SP-BSP സഖ്യത്തിന് പിന്തുണയേറുന്നു. ബീഹാറിൽ നിന്നും RJD നേതാവും ലാലു പ്രസാദ് യാദവിന്റെ പുത്രനുമായ തേജസ്വി യാദവ് ലക്നൌവിലെത്തി മായാവതിയുമായി കൂടിക്കാഴ്ച നടത്തി. സഖ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. ബീഹാറിലും BJPയെ തോൽപ്പിക്കുകയാണ് പ്രഥമ ലക്ഷ്യമെന്ന് തേജസ്വി യാദവ് അറിയിച്ചു. സഖ്യത്തിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട കോൺഗ്രസ് സമാജ്വാദി വിമത നേതാവായ ശിവപാൽ യാദവുമായി ചർച്ച നടത്തി. ശിവപാലിന്റെ PSPക്ക് സീറ്റ് നൽകിയേക്കും. തെരഞ്ഞെടുപ്പിന് ശേഷം SP-BSP പിന്തുണ പാർലമെന്റിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ്. മഹാരാഷ്ട്രയിലാകട്ടെ പൊതുതെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള സീറ്റ് വിഭജന ചർച്ചകൾ കോൺഗ്രസുമായി പൂർത്തിയായി വരുന്നതായി NCP അധ്യക്ഷൻ ശരത് പവാർ അറിയിച്ചു. 8 സീറ്റിലാണ് തർക്കം. ആകെയുള്ള 48 സീറ്റിൽ 40 സീറ്റിലും ധാരണയായി. അടുത്ത മാസം പകുതിയോടെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ
പൊതു തെരഞ്ഞെടുപ്പ് തീയതികൾ പ്രഖ്യാപിക്കും എന്ന കണക്കുകൂട്ടലിലാണ് രാഷ്ട്രീയ പാർട്ടികൾ. അതുകൊണ്ട് തന്നെ യുപിക്ക് പിന്നാലെ മറ്റു സംസ്ഥാനങ്ങളിലും സഖ്യ ചർച്ചകൾ സജീവമായി കഴിഞ്ഞു. ദില്ലിയിൽ നിന്നും സന്തോഷ് സർലിംഗ്.